എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ജൂലൈ 1 മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ്, എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വില പുതുക്കി നിശ്ചയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജൂലൈ മാസത്തിലും ഗ്യാസ് സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോ LPG സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ സിലിണ്ടറിന് 180 രൂപ കുറഞ്ഞ് 2951 രൂപ ആയിരിക്കുകയാണ്. എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള 14.2 കിലോ LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. US-ഉം ഇറാനും തമ്മിൽ 60 ദിവസത്തെ പുതിയ വെടിനിർത്തൽ കരാറ് വന്നതോടുകൂടി അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഗണ്യമായിട്ട് ഇടിഞ്ഞിരിക്കുകയാണ്. അതിനാൽ വരും ദിവസങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ വില കുറയുവാനുള്ള സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗ്യാസ് ക്ഷാമം രൂക്ഷമായതോടുകൂടി ഗ്യാസ് സിലിണ്ടർ ബുക്കിങ്ങിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ വിതരണം പഴയതുപോലെ ആയിരിക്കുന്നതാണ്. എന്നാൽ പാചകവാതക ക്ഷാമം നിയന്ത്രിക്കുന്നതിനായിട്ട് ഗാർഹിക ഉപഭോക്താക്കളുടെ സിലിണ്ടർ ബുക്കിങ്ങിൽ ഏർപ്പെടുത്തിയ സമയപരിധി ഇപ്പോഴും മാറ്റിയിട്ടില്ല. നിലവിലെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഒരു സിലിണ്ടർ വാങ്ങി 45 ദിവസത്തിന് ശേഷവും നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് 25 ദിവസത്തിന് ശേഷവും മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കൂ. എന്നാൽ നിലവിലെ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾ കുറഞ്ഞ സാഹചര്യത്തിൽ ഈ ഒരു നിയന്ത്രണങ്ങളിൽ ഉടൻ തന്നെ ഇളവ് പ്രഖ്യാപിക്കുമെന്നാണ് എണ്ണ കമ്പനികളിൽ നിന്ന് ഏറ്റവും പുതിയ സൂചനകൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പൈപ്പ് ലൈൻ വഴിയുള്ള സിറ്റി ഗ്യാസ് പദ്ധതി അഥവാ PNG ലഭ്യമായിട്ടുള്ള നഗരങ്ങളിലും പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് LPG സിലിണ്ടർ കണക്ഷൻ ഒഴിവാക്കി പുതിയ സംവിധാനത്തിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒന്നിലധികം ഇന്ധന കണക്ഷനുകൾ നിലനിർത്തുന്നത് സുരക്ഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും സിലിണ്ടറുകളുടെ അനാവശ്യമായിട്ടുള്ള ഉപയോഗത്തിനും കാരണമാകുന്നതിനാലാണ് സർക്കാർ ഈ ഒരു നടപടി സ്വീകരിക്കുന്നത്. PNG ലഭ്യമായിട്ടുള്ള മേഖലകളിൽ സിലിണ്ടറുകളുടെ വിതരണം ഘട്ടം ഘട്ടമായിട്ട് നിർത്തിവെക്കുവാൻ വിതരണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കൾ ഗ്യാസ് മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും പൂർത്തീകരിക്കേണ്ടതാണ്. ഇതിനായിട്ട് മുൻപ് അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നില്ല. അതിനാൽ പലരും ഇതുവരെ ഇത് പൂർത്തീകരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരുടെ ഗ്യാസ് ബുക്കിങ്ങിൽ തടസ്സങ്ങൾ നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ, HB, ഭാരത് ഗ്യാസ് കമ്പനികളുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പുകൾ വഴിയോ ബയോമെട്രിക് വിവരങ്ങൾ നൽകി ഈ ഒരു നടപടി പൂർത്തീകരിക്കാവുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് വരും ദിവസങ്ങളിൽ ഗ്യാസ് റീഫിൽ ലഭിക്കില്ല എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ PM ഉജ്ജ്വല യോജന പദ്ധതിയിലെ 300 രൂപ സബ്സിഡി ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ഈ ഒരു നടപടി നിർബന്ധമായിട്ടും പൂർത്തീകരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് തടസ്സപ്പെടുന്നതാണ്. അതിനാൽ തന്നെ എല്ലാ ഉപഭോക്താക്കളും ആധാറുമായി ബന്ധിപ്പിച്ച് ഗ്യാസ് മസ്റ്ററിംഗ് എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ 9 സിലിണ്ടറുകൾക്ക് 300 രൂപ വീതം സബ്സിഡിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.